ഹലോ ഗായ്സ്, ഇതേ ഇന്ന് ഞാൻ വേറൊരു പടമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ബുദ്ധൻ്റെ പടം വരച്ചത് പറഞ്ഞുതരാം കേട്ടോ. കുറേ കഷ്ടപ്പെട്ട് വരച്ച പടം അത്. കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു. എൻ്റെ ജീവിതത്തിൽ ഇത്രയും കഷ്ടപ്പെട്ട് വരച്ചിട്ടുള്ളൊരു പടമില്ല. ക്യാൻവാസ് ബോർഡിൽ സ്കെച്ച് ചെയ്ത് എന്താ കഷ്ടപ്പെട്ടതെന്ന് വരച്ചതെന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞുതരാം. പിന്നെ ക്യാൻവാസ് ബോർഡ് 18x24 സെൻറ്റിമീറ്റർ നോക്കണ്ട, അത്രയും ഇതുള്ള വലുതാണ്. ഒരുവിധം വലിയ ബോർഡായിരുന്നു. ഇത്രയും വലിയ ബോർഡിൽ ഞാൻ ആദ്യമായിട്ടാണ് വരയ്ക്കുന്നത്. കുറേ കഷ്ടപ്പെട്ടു. അതെന്തുകൊണ്ടാണ് കഷ്ടപ്പെട്ടതെന്ന് ഇപ്പോഴും മനസ്സിലായില്ല അല്ലേ? ഇതേ പറഞ്ഞുതരാം കേട്ടോ. അതിൻ്റെ മുകളിൽ മുടി കണ്ടില്ലേ? മുടി കുനുകുനാന്നിരിക്കുന്നില്ലേ? അത് ഞാൻ കളിമണ്ണ് വെച്ച് ഒട്ടിച്ച് വെച്ചേക്കുന്നതാണ്. ഓരോന്നായിട്ട് ഒട്ടിച്ച് വെച്ചേക്കുന്നതാണ്. കുറച്ച് കഷ്ടപ്പെട്ടു, കുറച്ചധികം സമയം എടുത്ത് വരച്ചതാണ്. എനിക്കാണെങ്കിൽ ഈ സമയം എടുത്ത് വരയ്ക്കണമെങ്കിൽ ഭയങ്കര മടുപ്പുള്ള കാര്യമാണ്. എന്നാലും ഇഷ്ടപ്പെട്ടു. പിന്നെ ആ ഇല കണ്ടില്ലേ? ആ ഇലയും കളിമണ്ണ് വെച്ചിട്ടുണ്ടാക്കിയതാട്ടോ. പിന്നെ അതിൽ കളറൊക്കെ അടിച്ച് വന്നപ്പോൾ ഒരു ഭംഗിയുണ്ട്. പിന്നെ അതേ വേറൊരു സാധനം കൂടിയുണ്ട്. ആ കാണുന്ന താമരയും കളിമണ്ണാണ്. പിന്നെ അത് വരച്ച് കളറൊക്കെ അടിച്ച് പിന്നെ അതേ മരത്തിൻ്റെ വീട്ടിലൊക്കെ ഫോട്ടോ ഒക്കെ അടിപ്പിച്ച് വന്നപ്പോൾ കാണാനൊരു ഭംഗി വന്നു. ഒരു ആനച്ചന്തം അല്ലേ? വലിയ പെർഫെക്ഷനൊന്നുമില്ല, നമ്മുടെ വരെയല്ലേ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് ഈ പടം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു സാധനം ഉണ്ടല്ലോ, ബെല്ലൈക്കൺ, അതൊക്കെ പിടിച്ച് ഞെക്കി പഠിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക് യു.